നമുക്കൊന്നൊരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. പുറമേ നിൽക്കുന്നവർക്കും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിനായി വേണ്ടത് ഒരു 3 സബോള നീളത്തിലരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, ഒരു 3 തക്കാളി, കുറച്ച് വേപ്പില. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, 2-3 ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് മാറ്റി വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. നല്ലോണം വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച സബോള ചേർക്കുക. സബോള എപ്പോഴും ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ വഴറ്റണം. സബോള ഒന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി, ഞാൻ ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 3 എണ്ണം, വലുതാണെങ്കിൽ 2 എണ്ണം മതിയാകും. തക്കാളി നല്ലോണം വെന്തുടഞ്ഞതിന് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ ചിക്കൻ മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ. കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം, ഓപ്ഷണലാണ്. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക, പച്ചമണം മാറി കിട്ടുന്നവരെ. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഇതും ഓപ്ഷണലാണ്, ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം. 2.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്, ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കുക്കർ അടച്ച് വയ്ക്കുക, 1 വിസിൽ കഴിഞ്ഞ് സിമ്മിലിട്ട് വയ്ക്കുക, 5 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി. ഇനിയും ഇതേപോലുള്ള സിമ്പിൾ റെസിപ്പികൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.